മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നപ്പോൾ നിരവധി പരാതികൾ ഉയർന്നു വന്ന ഉദ്യോഗസ്ഥനാണ് രത്തൻ കേൽക്കർ എന്ന എം.വി. ജയരാജൻ. വ്യാജ വോട്ടർമാരെ കൂട്ടിച്ചേർക്കാൻ യു.ഡി.എഫിന് അവസരം നൽകിയ ഉദ്യോഗസ്ഥനാണ്. അർഹരായ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുവെന്നും രത്തൻ കേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എം.വി. ജയരാജൻ പ്രതികരിച്ചു. ശ്രീ രത്തൻ കേൽക്കറുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനം സംബന്ധിച്ച് വസ്തുതകൾ സഹിതമുള്ള കാര്യങ്ങളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. അർഹരായ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തും അനർഹരെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തുമുള്ള SIR പരിഷ്കരണം നിയമത്തിനും ചട്ടത്തിനും എതിരായി നടപ്പാക്കിയ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർന്നു വന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് രത്തൻ കേൽക്കർ. ഞങ്ങൾ CPIM നേരത്തെ നൽകിയ നിരവധി പരാതികളുടെ കോപ്പികളിലൊന്നാണിത്. വ്യാജ വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി. വിജിൻ, എന്താണ് ജയരാജൻ പറയുന്നത്? സൈഫുദ്ദീൻ, രത്തൻ കേൽക്കറിന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായുള്ള നിയമനം, അതിനെതിരായ ശക്തമായ വിമർശനം കുറച്ചുകൂടി കടുപ്പിക്കുകയും ചെയ്യുകയാണ് CPM. അതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M.V. ജയരാജൻ എന്ന ഒരു പ്രതികരണവുമായി രംഗത്തെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ SIRന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഉദ്യോഗസ്ഥനാണ് രത്തൻ കേൽക്കർ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി V.D. സതീശൻ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പിന്തള്ളുകയും ഒപ്പം തന്നെ അനർഹരെ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിനെതിരായ വലിയ പരാതി അത് CPM-ഉം ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നൽകിയതാണ് രത്തൻ കേൽക്കർക്കെതിരെ. അങ്ങനെയുള്ളൊരു പരാതി നിലനിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ ഘട്ടത്തിൽ രത്തൻ കേൽക്കർ. ഒപ്പം തന്നെ തളിപ്പറമ്പിലും ഉദുമയിലും ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങുകളുടെ നമ്പറിൽ പോലും വോട്ട് നൽകുന്ന, അതായത് വോട്ടർ പട്ടികയിൽ ആ നമ്പറിന് പോലും പേര് ചേർക്കാൻ അധികാരവും അവകാശവും നൽകിയ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് വിമർശനം. ഒപ്പം തന്നെ ആ ഉദ്യോഗസ്ഥൻ ഇവിടെ കേരളത്തിൽ പലതരത്തിലുള്ള ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ഇടപെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നിയമനം അത് UDF-നെ ജയിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു നടപടികളുടെ ഭാഗമായിട്ടാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ബംഗാളിൽ മറ്റൊരു ആരോപണവും ഈ കേരളത്തിൽ മറ്റൊരു ആരോപണവുമായി മാറുന്നത് എങ്ങനെ ഇന്ന് V.D. സതീശൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ നല്ല ഉദ്യോഗസ്ഥനായിരുന്നു രത്തൻ കേൽക്കർ എന്നുള്ളതാണ്. അങ്ങനെ നല്ല ഉദ്യോഗസ്ഥനല്ല എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ CPM നൽകിയ തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വിട്ടുകൊണ്ട് അതുൾപ്പെടെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് M.V. ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സൈഫുദ്ദീൻ.